ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കട്ട്നട്ട് ഫ്ലവർ പ്ലാന്റ് ആണ്. എന്നും വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റുകളല്ലേ പരിചയപ്പെടുത്തുന്നത്. ഇന്നൊരു ഫ്ലവർ പ്ലാന്റിനെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ്, ഫ്രൂട്ടും കഴിക്കാൻ കൊള്ളാവുന്നതാണ്. പക്ഷേ അത്ര ടേസ്റ്റൊന്നുമില്ല. ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല അതിൻ്റെ ഫ്രൂട്ട് കഴിക്കാൻ. അതിൻ്റെ പേരിലാണ് ഞാൻ ഫ്ലവർ പ്ലാന്റ് എന്ന് പരിചയപ്പെടുത്തിയത്. അതിൻ്റെ പൂവും അതിൻ്റെ താഴെ നിൽക്കുന്നത് ഇത് മുട്ടുകളുമാണ്. കുറുക്കൻ്റെ വാല് പോലെ ഇങ്ങനെ കിടക്കുന്നതാണ് ഇതിൻ്റെ പൂവ്. കാണാൻ നല്ല ഭംഗിയാണ് പൂവ്. ഇത് പൂത്ത് കഴിഞ്ഞാൽ ഇത് ധാരാളം പ്രാണികളുണ്ടാവും. തേൻതുമ്പിയും, ഇവിടെ ചെറിയ തേൻതുമ്പി ഉള്ളതിൻ്റെ പേരിൽ തേൻതുമ്പിയൊക്കെ ധാരാളം ഉണ്ട്. പിന്നെ മറ്റു പ്രാണികൾ ഇതിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് അതിൽ പറ്റി കിടക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ ആ പ്ലാന്റ് കാണാനും നല്ല ഭംഗിയാണ്. എന്താ പറയുക, ഇതിൻ്റെ ഇലകളൊക്കെ ബദാമിൻ്റെ ഇലയോട് സാമ്യമുള്ളൊരു പ്ലാന്റാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ സ്ഥലമുള്ളവർ ഈ പ്ലാന്റിനൊരു വെറൈറ്റി ഫ്ലവർ പ്ലാന്റിനെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് വയ്ക്കാം. വേണമെങ്കിൽ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ആരോടും ഞാനിത് വാങ്ങി വയ്ക്കണോ ഉപയോഗമുള്ളതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഫ്ലവറിനെ, ഒരു വെറൈറ്റി ഫ്ലവറിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. അപ്പോൾ വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങി വയ്ക്കാം. അല്ലാതെ ഇത് വലിയ ഉപയോഗമൊന്നുമില്ല. ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫ്രൂട്ടെന്ന് പറഞ്ഞാൽ അടയ്ക്ക എന്ന് വെച്ചാൽ പാക്ക്, നമ്മളവിടെയൊക്കെ നാട്ടിൽ പാക്കെന്ന് പറയും, അടയ്ക്ക, അതുപോലെ ഇരിക്കുന്നതാണ്. ഇതിൻ്റെ തൈകളാണ് ഈ നിൽക്കുന്നത്. കട്ട്നട്ടിൻ്റെ തൈകളാണ് ഈ 2 നിൽക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ അബിയുവിൻ്റെ തൈകളുണ്ട്. റെഡ് ഹൈബ്രിഡ് ജാബോട്ടിക്കാബയുടെ തൈകളുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക. ഈ അടയ്ക്ക പോലെ ഇരിക്കുന്ന അതിനെ വെട്ടിപ്പൊട്ടിച്ചാണ് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഭാഗമാണ് നമ്മൾ കട്ട്നട്ടിൻ്റെ കഴിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്ര ടേസ്റ്റ്, അത് ഉണക്കി കഴിക്കുമെന്നൊക്കെ പറയും. നമ്മൾ ഉണക്കാനൊന്നും നിന്നില്ല. കിട്ടിയ 2-3 വിത്തെടുത്ത് നമ്മൾ നട്ടു, അത് പൊടിക്കുകയും ചെയ്തു. അതിൻ്റെ തൈകളാണ് നിൽക്കുന്നത്. അപ്പം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ പ്ലാന്റ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് തൈകൾ ഞാൻ നൽകും. ഇതാണ് അതിൻ്റെ പൂവ് കാണാനും അതിൻ്റെ ഒരു എന്താ പറയുക, ഇങ്ങനെ മുന്തിരിക്കുല പോലെ തൂങ്ങി കിടക്കുന്ന മൊട്ടുകൾ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വയ്ക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങി വയ്ക്കാം. അല്ലാതെ സ്ഥലം ഇല്ലാത്തവർ സ്ഥലം വേസ്റ്റാക്കാനായിട്ട് ഇത് വാങ്ങി വയ്ക്കേണ്ട ആവശ്യമില്ല. കാണാൻ ഭംഗിയേ ഉള്ളൂ, ഇതിൻ്റെ ഫ്രൂട്ട് കഴിക്കാൻ കൊള്ളില്ല. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ, എൻ്റെ ഈ വീഡിയോയും ഇഷ്ടമായാൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.